വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആഴ്ചയിൽ കൂടി നാമൊക്കെയും കടന്നു പോകുന്നു. ആരാധനാ ക്രമീകരണത്തിന്റെ വ്യത്യസ്തത കൊണ്ടും സവിശേഷത കൊണ്ടും ഏറെ സമ്പന്നമായിട്ടുള്ള ഒരു കാലമാണ് ആഴ്ച എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ പീഡാനുഭവ ആഴ്ചയെന്നും കഷ്ടാനുഭവ ആഴ്ചയെന്നും വിശുദ്ധവാരമെന്നും വിവിധ തരങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള പേരുകളിൽ നമ്മൾ ഇതിനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെയും ഓർമ്മിപ്പിച്ചതുപോലെ ഹാശ എന്ന വാക്കിന് കഷ്ടത അല്ലെങ്കിൽ സഹനം എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. ഓശാന പെരുന്നാൾ കഴിഞ്ഞ് വരുന്നതായിട്ടുള്ള സന്ധ്യ മുതൽ ബാക്കിയുള്ള 5-6 ദിവസങ്ങൾ പീഠാനുഭവ ആഴ്ചയായിട്ട് വിശുദ്ധവാരമായിട്ട് നമ്മളൊക്കെയും ആചരിക്കുന്നു എന്നുള്ളത് നമുക്ക് പരിചിതമാണ്. പ്രാർത്ഥനകളും ഗീതങ്ങളും ആരാധനയുടെ അന്തരീക്ഷവും ഒക്കെ ഈ വാരത്തോട് ഏറെ നീതി പുലർത്തുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മളൊക്കെയും നമ്മുടെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, നാവുകൊണ്ട്, രുചി കൊണ്ട്, സ്പർശനം കൊണ്ടാണ് ഈ ലോകത്തെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നത്. നമുക്ക് പരിചിതമായിട്ടുള്ള ദേവാലയ നിറങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരുപക്ഷെ നമ്മൾ മറനീക്കി തിരശ്ശീല മാറ്റപ്പെട്ട അവസ്ഥയിൽ ത്രോണോസ് കാണുന്ന എത്ര മനോഹരമായിട്ടാണ്. ചുവപ്പും പച്ചയും മഞ്ഞയും വെള്ളയും വ്യത്യസ്തമായിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള നിറങ്ങളിലാണ് നമ്മൾ ദേവാലയത്തിൻ്റെ കിഴക്ക് ഭാഗം അല്ലെങ്കിൽ ദേവാലയത്തിനുള്ളിൽ വശം കാണുന്നത്. ആ കാഴ്ചയിൽ നിന്നും വ്യത്യസ്തമായിട്ട്, നിറങ്ങളുടെ മനോഹാരിതയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കറുപ്പിലേക്ക് നിറം വഴിമാറുകയാണ്. അത് കേവലം കാഴ്ചയിൽ മാത്രമല്ല, നമ്മുടെ കാതുകൾക്ക് കേൾവിക്ക് പലപ്പോഴും പരിചിതമായിട്ടുള്ള പാട്ടുകളുടെ നിറങ്ങളിൽ നിന്നും മാറി ഹാസ്യാഴ്ചയിൽ പ്രത്യേകമായിട്ടുള്ള ട്യൂണുകളോടുകൂടിയ പാട്ടുകളാണ് നമ്മൾ പാടാറുള്ളത്. അത് ഒരുപക്ഷെ ശോകസാന്ദ്രമായിട്ടുള്ള പാട്ടുകളായിട്ട് നമുക്ക് തോന്നിയാൽ പോലും അത് ഈ ആരാധനയുടെ ആത്മാവിനെ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഗീതങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഷ്ടാനുഭവാഴ്ചയോടെ ഏറെ ചേർന്ന് നിൽക്കുന്നതായിട്ടുള്ള ആരാധനയുടെ ഏറ്റവും അർത്ഥത്തെ, ആത്മാവിനെ ഉൾക്കൊള്ളുന്നതായിട്ടുള്ള ഗീതങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അതുപോലെ തന്നെ രുചിയും വഴിമാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഒരുപക്ഷെ ദുഃഖ വെള്ളിയാഴ്ച അല്ലെങ്കിൽ വലിയ വെള്ളിയാഴ്ച നമ്മൾ കയ്പ് നീർ കുടിക്കാറുണ്ട്. ഒരുപക്ഷെ അത്തരത്തിൽ മറ്റ് അവസരങ്ങളിൽ എപ്പോഴെങ്കിലും നമ്മൾ കയ്പ് നീരോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാടി കുടിക്കാറുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അതുപോലെ തന്നെ നമ്മുടെ മൂക്ക്, ശ്വസനം, അതിൻ്റെ ഗന്ധവും അതിന് വ്യത്യാസം വരുന്നു എന്നുള്ളതാണ്. നമുക്ക് പരിചിതമായിട്ടുള്ള കുന്തിരിക്കത്തിൻ്റെ സുഗന്ധം മാറി ഒരുപക്ഷെ കുന്തിരിക്കത്തിൻ്റെ സുഗന്ധത്തോട് അല്പം കൂടി മറ്റ് സുഗന്ധ ദ്രവ്യങ്ങളൊക്കെയും ചേർത്തുകൊണ്ട് ഈ ഹാസ്യാഴ്ചയെ ഗന്ധത്തിന് പോലും വ്യത്യാസം വരുന്നു എന്നുള്ളതാണ്. ഇത് നിശ്ചയമായിട്ടും സ്പർശനം നമ്മൾ കഷ്ടാനുഭവാഴ്ചയിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ ആരാധനയിൽ ഉടനീളം കൂടുതലായിട്ട് കുമ്പിടുകയും നമസ്കരിക്കുകയും കൂടുതൽ സമയം നിൽക്കുകയും കൂടുതൽ സമയം ദേവാലയത്തിലായിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവത്തെ വ്യത്യസ്തമാക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വന്നത് പരിചിതമായിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള കാഴ്ചകളും കേൾവികളും സ്പർശനവും ശ്വസനവും ശ്വാസവും ഒക്കെ പുതിയതായിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക്, ആരാധന അന്തരീക്ഷത്തിലേക്ക് ഓരോ വിശ്വാസിയും കൊണ്ടുചെല്ലുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ മണവാളനായ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൽ, പീഠാനുഭവത്തിൽ മണവാട്ടിയായ സഭയും പങ്കുചേരുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് ഈ ആഴ്ചയിൽ കാണുന്നതായിട്ടുള്ള വ്യത്യാസം. ഈ കറുപ്പ് നിറവും അനുതാപപൂർണമായിട്ടുള്ള ആരാധനയും ശോകസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷവും നമ്മുടെ ആരാധന അനുഭവത്തെ വ്യത്യസ്തമാക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, പാപമൊഴികെ അവൻ സകലത്തിലും മനുഷ്യനോട് സദൃശനായി തീർന്നു. ഒരുപക്ഷെ നമ്മൾ വായിക്കുന്നതായിട്ടുള്ള അപേക്ഷകളിലും പ്രാർത്ഥനകളിലും പ്രമേയ സദ്രകളിലും ഒക്കെ ആവർത്തിക്കുന്നതായിട്ടുള്ള ഒന്നുണ്ട്. അതായത് അവൻ സ്വമനസാലെ തിരുവിഷ്ടത്താലെ
അല്ലെങ്കിൽ സ്വന്തം മനസ്സോടുകൂടി ഈ കഷ്ടതകൾ സ്വീകരിച്ചു. പ്രത്യേകമായിട്ട് അവിടെയൊക്കെ പറയുന്നത് സ്വഭാവത്തിൽ കഷ്ടതയില്ലാത്തവൻ നമുക്കായിട്ട് കഷ്ടത സ്വീകരിച്ചു, പ്രകൃത്യ കഷ്ടമില്ലാത്തവൻ കഷ്ടത സ്വീകരിച്ചു. അതായത് അവന് കഷ്ടതയെ മനുഷ്യനായിട്ട് സ്വീകരിച്ചു എന്ന് മനുഷ്യനോട് പാപമൊഴിക സകലത്തിലും താതാത്മ്യം പ്രാപിക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയും. നേരം സ്വമനസാലെ പീഡയേൽക്കുവാൻ തയ്യാറായി. പ്രകൃത്യാ കഷ്ടമില്ലാത്തവൻ നമുക്ക് വേണ്ടി കഷ്ടത സ്വീകരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള അവസ്ഥയിൽ. പ്രകൃത്യാ മരണമില്ലാത്തവൻ നമുക്ക് വേണ്ടി മരണത്തെ രുചിച്ചു എന്നും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ കഷ്ടാനുഭവാഴ്ചയിൽ കൂടി പീഡാനുഭവാഴ്ചയിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് മാറി നിൽക്കുവാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഈ കഷ്ടതകൾ, ഈ സഹനം അത് നമുക്ക് വേണ്ടി ആണ്. നമുക്ക് വേണ്ടിയുള്ള കഷ്ടതയിൽ നിന്നും നമുക്ക് എങ്ങനെയാണ് മാറി നിൽക്കുവാൻ കഴിയുന്നത്? അതുകൊണ്ട് തന്നെ ഈ കഷ്ടതയിൽ കൂടി, മരണത്തിൽ കൂടി, അടക്കത്തിൽ കൂടി അവനോടുകൂടി ആയിരിക്കാൻ തക്കവണ്ണം നമുക്കൊക്കെയും ഇടയാകണം എന്നുള്ളതാണ്. ഈ പീഡാനുഭവ ആഴ്ചയിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മോട് ചോദിക്കുന്നതായിട്ടുള്ള ഒരു ചോദ്യം, ഈ സഹന ബലിയിൽ പങ്കാളികളാകുവാൻ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടത സ്വീകരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അടിയേൽക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തുപ്പലേൽക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുരിശുമരണം സ്വീകരിക്കുന്നു. എന്നോടൊപ്പം കഷ്ടത അനുഭവിപ്പാൻ തക്കവണ്ണം നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ എന്നാണ് കർത്താവ് നമ്മോട് ചോദിക്കുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 34-ാം വാക്യം, അവിടെ ഗത്സമനയിലെ പ്രാർത്ഥനയെ പറ്റിയൊക്കെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ കർത്താവ് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കർത്താവ് പറയുന്നതായിട്ടുള്ള ചില വാക്കുകളുണ്ട്. ഒരു വാചകം ഇപ്രകാരമാണ്: എൻ്റെ ഉള്ളം മരണവേദനയോളം അതിദുഃഖിതമായിരിക്കുന്നു എന്നുള്ളത്. കർത്താവ് പറയുക, ഒരു സാധാരണ മനുഷ്യനെ പോലെ കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഒരുപക്ഷെ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന ഏറ്റവും കടുത്ത വേദന എന്തായിരിക്കാം? സാധാരണ പ്രസവ വേദന എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എങ്കിൽ കൂടി അതിനപ്പുറം ഒരു സന്തോഷമുണ്ട്. പക്ഷെ ഒരു മരണവേദന എന്ന് പറയുമ്പോൾ അത് നിസ്സാരമല്ല എന്നുള്ളതാണ്. ഇപ്പം ക്രിസ്തീയ വിശ്വാസ പ്രകാരം മരണബോധം നമുക്കുണ്ടായിരിക്കണം. മരണത്തെ കൂടുതലായിട്ട് ഭയക്കേണ്ടതില്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഓരോ മനുഷ്യനും മരണത്തെ യഥാർത്ഥത്തിൽ ഭയക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കർത്താവ് മരണത്തെ ഭയന്നു എന്നുള്ളതല്ല, മറിച്ച് ഒരു സാധാരണ മനുഷ്യനെ പോലെ അതിതീവ്രമായിട്ടുള്ള വേദനയിൽ കൂടി കടന്നു പോവുകയാണ്. അടിയേൽക്കുക എന്ന് പറയുമ്പോൾ, ചാട്ടവാറ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വരിഞ്ഞു മുറുക്കുന്ന ചാട്ടവാറ് എന്നുള്ളത് മാത്രമല്ല, ഈ ചാട്ടവാറിന്റെ അതിൽ ഘടിപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള മുള്ളുകളുണ്ട് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതായത് ഒരു ചാട്ടവാറും കൊണ്ട് അടിക്കാൻ നേരത്തെ ഇത് ശരീരത്തെ വരിഞ്ഞു മുറുക്കുന്നു എന്ന് മാത്രമല്ല, ഈ ചാട്ടവാറ് തിരിച്ചെടുക്കാൻ നേരത്ത് ഈ മുള്ളുകൾ മാംസത്തിൽ കൊളുത്തിയിരിക്കുന്നത് മാംസം കൂടി പറിച്ചുകൊണ്ട് പോരുന്നു എന്നുള്ളതാണ്. ജീവനോടെ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ നഖം പറിച്ചാൽ എന്തായിരിക്കാം, എന്ത് വേദനയായിരിക്കാം? ഒരു ചെറിയ വേദന, പല്ലുവേദന വരാൻ നേരത്തെ എന്ത് വലിയ വേദനയായിരിക്കാം. അത്തരത്തിൽ ഒരു മനുഷ്യൻ ഒരു ചെറിയ വേദനയിൽ കൂടി കടന്നു പോകുമ്പോൾ പോലും നമുക്ക് സഹിക്കാൻ കഴിയാതെ വരുന്നു എങ്കിൽ ഓരോ തവണ അടിയേൽക്കുമ്പോൾ എത്ര വലിയ വേദനയായിരിക്കാം. ഈ നമസ്കാരക്രമങ്ങളൊക്കെയും പറയുന്നുണ്ട്, സകലരെയും നിർമ്മിച്ചതായിട്ടുള്ള കൈകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. സകലത്തെയും നിർമ്മിച്ചതായിട്ടുള്ള നിർമ്മിതാവിനെ ഒരു കേവലം സൃഷ്ടിയായിട്ടുള്ള മനുഷ്യൻ അവനെ അടിക്കുകയാണ്, തുപ്പുകയാണ്. ചാട്ടവാരം കൊണ്ടും പരിഹാസ വാക്കുകൾ കൊണ്ടും ഒക്കെയും അവനെ ഏറെ ഏറെ വേദനപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ അവൻ അനുഭവിച്ചതായിട്ടുള്ള വേദന, സഹനം, അതിൽ നിന്നും മാറി നിൽക്കുവാൻ നമുക്കാവില്ല, അതിൽ നിന്നും മറഞ്ഞു നിൽക്കുവാൻ നമുക്ക് ആവില്ല. ഞാൻ പലപ്പോഴും പറയുന്നതായിട്ടുള്ള വേദഭാഗമാണ് റോമർ 6:3-4. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കേവലം റോമാക്കാരോട് മാത്രമല്ല,
നമ്മോടും വിശ്വാസികളായ എല്ലാവരോടുമുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യം ചോദിക്കുന്നത് പരിശുദ്ധനായ പൗലോസ്ലീഹായാണ്. പൗലോസ്ലീഹ ചോദിക്കുകയാണ്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന് സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അന്നേരം നമ്മൾ ഈ സ്നാനം മൂലം അവനോടുകൂടി കുഴിച്ചിടപ്പെടുകയാണ്, അവനോടുകൂടി മരിക്കുകയാണ്. നമ്മൾ ഏറ്റിരിക്കുന്ന സ്നാനം, ഇന്നലെ സാലിച്ചാൻ പ്രസംഗ മധ്യേ പറഞ്ഞതുപോലെ, നമ്മൾ ഏറ്റിരിക്കുന്ന സ്നാനം വെറും ഒരു സ്നാനമല്ല. അവനോട് ചേരുവാനുള്ള സ്നാനം എന്ന് പറയുമ്പോൾ അവനെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും അവന്റെ മരണത്തിൽ രക്തം കൊണ്ടുള്ള ഒരു സ്നാനം കൂടിയാണ്. അതായത് വെള്ളം കൊണ്ട് മാത്രമല്ല, ആത്മാവ് കൊണ്ട് മാത്രമല്ല, രക്തം കൊണ്ടുള്ള ഒരു സ്നാനം കൂടി നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തു മരിച്ചിട്ട് അവനോടുകൂടി നമ്മൾ അടക്കപ്പെട്ടു കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേൽക്കുന്നത് പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഈ ആഴ്ചയിൽ നമ്മൾ വായിക്കുന്നതായിട്ട്, പ്രത്യേകിച്ചും പഴയ നിയമത്തിൽ നിന്നും ആവർത്തിച്ച് വായിക്കുന്നതായിട്ടുള്ള ഒരു വേദഭാഗം, അത് ഞാൻ കഴിഞ്ഞ വർഷവും പറഞ്ഞതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗമാണ്. ഈ വേദഭാഗത്ത് യജമാനൻ ദൈവം ഒരു തോട്ടം നട്ടുണ്ടാക്കിയതിനെ പറ്റി പറയുകയാണ്. ഒരു തോട്ടം നട്ടുണ്ടാക്കി. പ്രമേയസൂത്രയിലൊക്കെ പറയുന്നുണ്ട്, അവർണ്ണനീയമായ സ്നേഹം മൂലം ഇസ്രയേലാകുന്ന മുന്തിരിത്തോട്ടം അവൻ നട്ടുണ്ടാക്കി. അന്നേരം മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി എന്ന് മാത്രമല്ല, അതിൽ മോശിക ന്യായപ്രമാണം എന്ന ഒരു വേലി സ്ഥാപിക്കുക. അന്നേരം ഒരു മുന്തിരിത്തോട്ടമുണ്ട്. ആ മുന്തിരിത്തോട്ടത്തിൽ ഇസ്രയേലാകുന്ന ജനത്തെ ആ തോട്ടത്തിലാക്കുക. ഈ തോട്ടത്തിന് ചുറ്റും കാവലായിട്ട് ഒരു വേലി സ്ഥാപിക്കുകയാണ്. അത് മോശിക ന്യായപ്രമാണമാണ്. ന്യായപ്രമാണമൊക്കെയും അതിൻ്റെ ഒരു വേലി ഈ തോട്ടത്തിന് ചുറ്റും സ്ഥാപിക്കുക. പിന്നീട് ചക്ക്, ബലികളെ പൂർണ്ണമാക്കുന്ന ആചാര്യസ്ഥാനം, അതിനെ ചക്കെന്നാണ് വിളിക്കുന്നത്. ചക്കൊക്കെ നമുക്കറിയാം, ചക്കൊക്കെ എന്താണെന്നുള്ളത് നമുക്കറിയാം. അന്നേരം അവിടെ വേലി സ്ഥാപിക്കുന്നുണ്ട്. അത് മോശിക ന്യായപ്രമാണമാണ്. ബലികളെ പൂർണ്ണമാക്കുന്നതായിട്ടുള്ള ആചാര്യസ്ഥാനം ചക്കായിട്ട് സ്ഥാപിക്കുകയാണ്. അവിടെ ഒരു ഗോപുരം സ്ഥാപിക്കുന്നു. ദീർഘദർശിമാരാകുന്ന അല്ലെങ്കിൽ ദീർഘദർശനത്തിന്റെ ഒരു ഗോപുരം സ്ഥാപിക്കുക. മാത്രവുമല്ല, അവിടെ ആചാര്യന്മാരെ, സപ്രന്മാരെ പരിചരിച്ച് സംരക്ഷിക്കുവാൻ തക്കോണം, ഈ തോട്ടത്തെ പരിചരിച്ച് സംരക്ഷിക്കുവാൻ തക്കോണം അവരെ അവിടെ നിയമിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. പിന്നീട് ഓരോ കാലയളവിലും തൻ്റെ ദാസന്മാരെ ഈ തോട്ടത്തിലേക്ക് അയക്കുകയാണ്. പക്ഷേ ഈ തോട്ടത്തിലേക്ക് അയക്കപ്പെടുമ്പോൾ ഈ തോട്ടത്തിലുള്ളവർ അവരെ നിരസിക്കുക. വേദഭാഗത്തൊക്കെയും പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ചിലർ അവരെ പിടിച്ച് അവരെ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു. ഇപ്പൊ ഇന്നേ ദിവസം പ്രമേയം സദറ വായിച്ച സമയത്തും പഴയ നിയമത്തിലെ പ്രവചനങ്ങളെ എല്ലാം കോർത്തിണക്കി വളരെ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ബ്ലെൻഡിങ്. നമ്മളത് അല്പം കൂടി ശ്രദ്ധിച്ച് നിന്നെങ്കിലേ ഈ സാധനം കിട്ടുകയുള്ളൂ. അതായത് അത്രയും സുന്ദരമായിട്ട് അതിനെ ഏച്ചുകെട്ടി മുഴച്ചിരിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് മുഴച്ചിരിക്കാത്ത തക്കവണ്ണം വിളക്കി ചേർത്തു എങ്കിൽ കൂടിയും അത് വിളക്ക് എവിടെയാണ് ചേർത്തിരിക്കുന്നത് എന്ന് അറിയാത്ത വണ്ണം ഏറ്റവും ഭംഗിയായിട്ട് പിതാക്കന്മാർ ഈ പ്രാർത്ഥനയും പ്രമേയം സദായൊക്കെ ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അന്നേരം ഈ തോട്ടത്തിലേക്ക് സ്വർഗീയ യജമാനൻ ദൈവം പലരെ അയക്കുന്നു. പ്രവാചകന്മാരെയും അത്തരത്തിലുള്ള ആളുകളെ ഈ ജനത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഫലം കളക്ട് ചെയ്യുവാൻ തക്കവണ്ണം, ശേഖരിക്കുവാൻ തക്കവണ്ണം അയക്കുന്നു. അവരെ ചിലരെ പിടിച്ച് അടിക്കുകയും കൊല്ലുകയും ഒക്കെയും ചെയ്യുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയും. ഏറ്റവും ഒടുവിലായിട്ട് തൻ്റെ ഏകജാതനെ തന്നെ പിതാവ് അയക്കുകയാണ്. ഏകജാതനെ തന്നെ അയക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഏകജാതനെ അയക്കുന്ന സമയത്ത് ഇവൻ അവകാശി എന്ന് കണ്ട് പറഞ്ഞ് തോട്ടത്തിലുള്ളവർ എന്താ ചെയ്യുന്നത്? ഇവനെ പുറത്തു കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുകയും കൊല്ലുകയും ചെയ്തു. ഇവൻ ഇതുവരെയുള്ള ആളുകളെ പോലെ ഇവൻ വെറും വേലക്കാരനോ ദാസനോ അല്ല, ഇവനാണ് ഈ തോട്ടത്തിന്റെ അവകാശി. അതുകൊണ്ട് തന്നെ
ഇവൻ അവകാശി എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തോട്ടത്തിന് പുറത്ത് കൊണ്ടുപോയി അവനെ അടിക്കുകയും കൊല്ലുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ ദൈവം ഈ തോട്ടത്തെ മാറ്റുകയാണ്, ഈ വേലിയെ പൊളിക്കുകയാണ്, ഈ ചക്കിനെ മാറ്റുകയാണ്, അതുപോലെ തന്നെ ഈ ഗോപുരത്തെ മറിച്ചിടുകയാണ്. പുതിയൊരു വേലിയും പുതിയൊരു ചക്കും പുതിയൊരു ഗോപുരവും സകലവും പുതുതായിട്ടൊന്ന് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, പഴയ നിയമത്തിലെ മോശയിക ന്യായപ്രമാണം എന്ന വേലിക്ക് പകരമായിട്ട് ജീവന്റെ വചനം സുവിശേഷം പുതിയ വേലിയായിട്ട് അവിടെ സ്ഥാപിക്കുകയാണ്. ഇതുവരെയും ഉണ്ടായിരുന്ന ഗോപുരം, അതായത് ദീർഘദർശനം അല്ലെങ്കിൽ നബിയന്മാരുടെ ദീർഘദർശനത്തിനൊക്കെയും പകരമായിട്ട് സ്ലീബായെ ഒരു ഗോപുരമായിട്ട് ഉയർത്തുകയാണ്. ഈ സ്ലീബായിലേക്ക് നോക്കുവാൻ തക്കവണ്ണം, ലക്ഷ്യം വെക്കുവാൻ തക്കവണ്ണം ഒരു ഗോപുരമായിട്ട് ഉയർത്തുകയാണ്. പരിചരിക്കുവാൻ തക്കവണ്ണം മാലാഖമാർക്ക് സദൃശരായിട്ട് സ്ലീഹന്മാരെയും സഹോദരന്മാരെയും അറിയിപ്പുകാരെയും ഒക്കെ നിയമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഈ പ്രമേയസൂത്രയിലൊക്കെയും പ്രത്യേകമായിട്ട് ആവർത്തിക്കുന്ന ഒരു ആശയമാണ്, തോട്ടത്തിൽ നിന്നും കാട്ടുമുന്തിരിങ്ങ ലഭിച്ചു, അതിൻ്റെ കയ്പുള്ള പാനീയത്തിന് പകരമായിട്ട് പുതിയ തോട്ടത്തിൽ നിന്നും വീര്യമുള്ള രസം. ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, രസമുള്ള വീഞ്ഞ്, സ്നേഹത്തിന്റെ പുതുവീഞ്ഞ്. പുതിയ ഫലങ്ങൾ അന്വേഷിച്ച്, പുതിയ ഫലങ്ങൾ എന്താണ് എന്നുള്ളതും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. പുതിയ ഫലങ്ങൾ വിശ്വാസവും നീതിയും സത്യവും എന്ന ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ഫലം അന്വേഷിക്കുക. ജീവന്റെ സുവിശേഷം വേലിയായിട്ട് നാട്ടി ഗോപുരമായിട്ട് സ്ലീബായെ സ്ഥാപിച്ച് ജീവന്റെ സുവിശേഷത്തിൽ കൂടി സത്യത്തിന്റെയും നീതിയുടെയും വിശ്വാസത്തിന്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം പുതിയ ഒരു തോട്ടം സ്ഥാപിക്കുകയാണ്. കയ്പ് നീരിന് പകരം പുതുമയുള്ള സ്നേഹത്തിന്റെ പുതുവീഞ്ഞ്, രസമുള്ള വീഞ്ഞ് അതിൽ നിന്നും ലഭിക്കുകയാണ്. ഈ പ്രാർത്ഥനയിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയും, കയീന്റെ മക്കളുടെ വഞ്ചനയിൽ നിന്ന് ഞങ്ങളെ വെടിപ്പാക്കണമേ, കയീന്റെ മക്കളുടെ വഞ്ചനയിൽ നിന്ന് ഞങ്ങളെ വെടിപ്പാക്കണമേ, അന്യായക്കാരായ ന്യായാധിപന്മാരിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളണമേ, കപടഭക്തരുടെ ദുഷ്ടതയിൽ നിന്നും ഞങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. ഇതൊക്കെയും കഴിഞ്ഞിട്ട് പറയുന്നത് ഇതാണ്, നിഷ്കളങ്ക കുഞ്ഞാടായ ഹാബേലിനോടുകൂടെ ഞങ്ങളെ ചേർക്കണമേ, നിഷ്കളങ്ക കുഞ്ഞാടായ ഹാബേലിനോടുകൂടെ ഞങ്ങളെ ചേർക്കണമേ, വലതുഭാഗത്തെ ചോരനോടൊപ്പം സന്തോഷിപ്പാൻ തക്കവണ്ണം പറുദീസ ഞങ്ങൾക്ക് നൽകണമേ. ഈ ഹാശാഴ്ചയിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ ചിന്തകളൊക്കെ നമ്മെ ശക്തീകരിക്കട്ടെ. ഈ പ്രാർത്ഥനകൾ, ഗീതങ്ങൾ അല്ലെങ്കിൽ പ്രമേയസദന ഒക്കെ വായിക്കാൻ നേരത്ത് എന്താണ് വായിക്കുന്നത് എന്ന് അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രസം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി അനുഗ്രഹപ്രദമായിട്ട് ഈ ആഴ്ച ആയിത്തീരുവാൻ തക്കവണ്ണം നമുക്കൊക്കെയും ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.